എണ്ണ ഒഴിക്കുകയാണ്. മിക്സ് ചെയ്ത് എണ്ണയിലോട്ട് മസാല ഇതെല്ലാം KFC. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിൽ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇതാ വീട്ടിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോഴിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് KFC നമുക്കൊന്ന് ട്രൈ ചെയ്താലോ, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ കോഴിയെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഒരു കാല് കൊണ്ട് ഇതിൻ്റെ കാലിനെയും ചവിട്ടി പിടിക്കുക, മറ്റേ കാല് കൊണ്ട് ചിറകിനെയും ചവിട്ടി പിടിക്കുക. എന്നിട്ട് കഴുത്ത് കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കോഴിയെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോഴിയതാ കട്ട് ചെയ്ത് ഒരുവിധ സൈസിനുള്ള പീസാക്കി വരയൊക്കെ ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 3-4 വെള്ളം കഴുകി KFCക്ക് ഇതാ പീസ് കട്ട് ചെയ്യുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒന്ന് കുറച്ചുകൂടെ വലിപ്പത്തിന് ഒരു 2-4 പീസ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബോണൊക്കെ ഉള്ള നല്ല പാർട്സാണ് KFC ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലാത്ത കുറേ പാർട്സൊക്കെ കറക്റ്റായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിരിക്കുകയാണ്. ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്ത് പറഞ്ഞുതരാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. മൈദ മാവ് വേണം, പിന്നെ കോൺഫ്ലവർ വേണം, പിന്നെ ചെറിയുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങ, വേറെ വേണ്ടത് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം അതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നോക്കാം. മൈദ മാവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. മൈദ മാവ് 1 കിലോ ചിക്കനിന് 12 സ്പൂണാണ് കണക്ക്. ഇപ്പം മൈദാമാവായി. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ മൈദാമാവിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 12 സ്പൂൺ മൈദ എടുത്തെങ്കിൽ 6 സ്പൂണാണ് കോൺഫ്ലവർ എടുക്കേണ്ടത്. മൂന്നാമതായിട്ട് ചെറിയ ഉള്ളി പേസ്റ്റ്, അതായത് ചെറിയ ഉള്ളി എടുത്ത് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 10 ഉള്ളി എടുത്ത് അരച്ചെടുത്താൽ മതി. ഇത് വന്നിട്ട് വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഒരു വെളുത്തുള്ളി ചതച്ചെടുത്തായി. ഇപ്പോൾ മുളക് ഒരു 2 സ്പൂണോളം വരും. നിങ്ങളുടെ എരിവിനനുസരിച്ച്. അധികം മുളക് KFCക്ക് ആവശ്യമില്ല. മഞ്ഞൾ, ഗരം മസാല, ഇതൊക്കെ 1 സ്പൂൺ അടുപ്പിച്ച് വരും. ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ, കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 അല്ലെങ്കിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാൻ എന്താ 2 മുട്ടയും ചേർത്തിരിക്കുകയാണ്. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ആവശ്യമുണ്ട്, കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കൊരു അരമുറി നാരങ്ങ കൂടെ ആഡ് ചെയ്യാം.
ഞാൻ 3 മുട്ടയാണ് ആഡ് ചെയ്തത്. എല്ലാം ആഡ് ചെയ്തു, നാരങ്ങ ആവശ്യത്തിന് ആഡ് ചെയ്തു, അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി ഒരു 1 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ വച്ചതിന് ശേഷം മസാലയെല്ലാം പിടിക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് കീപ്പ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് തുടങ്ങിയാണ്. ഉരുളി വെച്ച് തീ കത്തിച്ച് ഇനി എണ്ണ ഒഴിക്കുകയാണ്. ഒരു മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി വേണ്ട ഒറ്റ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ഓട്സിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇടേണ്ടത്. അതാണ് മുകളിലൊരു ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഓട്സിൽ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെയ്ത് എണ്ണയിലോട്ട് ഇത് കുറച്ച് സമയമെടുത്ത് വേവിക്കേണ്ട ഒന്നാണ്. അപ്പോൾ തീ കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്ത് തന്നെ വേവിച്ചെടുക്കണം. അപ്പം ഞങ്ങളെ KFC പ്രിപ്പറേഷൻ കാണാൻ കുറച്ച് അതിഥികളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ KFC ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹോം മെയ്ഡ് KFC. ഇത് ഉണ്ടാക്കുമ്പോൾ ആകെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തീ കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ ആയതുകൊണ്ട് തന്നെ അകത്ത് വേകാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കുക. ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾക്കിതൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കാനായിട്ട് ഇതാ ടൊമാറ്റോ ട്രിപ്പും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ മുക്കിയിട്ട് ഇങ്ങോട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നിങ്ങൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്തോ എപ്പോഴായാലും ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം പണിയൊന്നുമില്ല, ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹോം മെയ്ഡ് KFC. അപ്പം ഞങ്ങളെ സെക്കൻഡ് പാർട്ട് തുടങ്ങിയാണ്. ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിക്കുക. അപ്പം ഞങ്ങളെ സെക്കൻഡ് പാർട്ട് തുടങ്ങിയാണ്. ഉരുളി വെച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഇരുന്ന് ചെയ്യുന്നു. ഇത്രയും തീ വേണ്ട. ഒന്നും കൂടെ പറ. അപ്പം ഞങ്ങൾ സെക്കൻഡ് പാർട്ട് തുടങ്ങിയാണ്. ചീനച്ചട്ടി വെച്ച് തീയിട്ട് ഉരുളി ചിക്കൻ ആയതുകൊണ്ട് തന്നെ അകത്ത് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കണക്കാക്കി ഞാൻ കഥ ഒന്ന് അടച്ചിടേ.
എന്താ ജിഞ്ചർ ഗാർലിക്. ഒന്നുകൂടെ പോ. ടൊമാറ്റോ കെച്ചപ്പ്. വേഗം അന്നിൽ ഷൂട്ടിങ്ങിനുള്ള ഗസ്റ്റുകളെ ഒപ്പിക്കട്ടെ. അമ്മേ എന്തിനാ അടുപ്പത്ത് വെക്കുന്ന കഴിവെന്നറിയില്ല. ടൈമിങ്ങിൽ വരും ഇപ്പൊ. പ്രാവും പോയല്ലോ അല്ല. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിരിക്കുകയാണ്. ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്ത് പറഞ്ഞു തരാം. ഇത് കാണിക്കണോ? സാധനം എടുക്കാൻ പോണേ. ഇതെല്ലാം കൊണ്ട് അവിടെ വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ആദ്യത്തെ സ്റ്റെപ്പ് റൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടെ മൈദ. ആദ്യത്തെ റൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൈദ മാവ്, കോൺഫ്ലവർ, ചെറിയ ഉള്ളി ചതച്ച്, ചെറിയ ഉള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടിയും ഗരം മസാല. ഒന്നും കൂടെ പറ. ഉപ്പും മുളകും ഇട്ട്. നാരങ്ങ. അത് ലാസ്റ്റ് ആണ്. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് ഇത് അത്രയും കൈ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലോട്ട് ഇട്. എന്നിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കേ. മുട്ട. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്യും. ഇങ്ങനെ ഡയറക്റ്റ് ആണ് ആദ്യം. ഉരുവെല്ലാം വീഴുന്നല്ല. ഒരു വീഴാണ്ട് ഒഴിക്കണായിരുന്നു. അന്ന് കൈ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട്. അപ്പം